പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, തിരുനാളിനായിട്ട് ഒരുങ്ങുന്ന ഞങ്ങൾ ഈ ഡിസംബർ മാസത്തിന്റെ 6-ാം തീയതിയിലേക്ക് കടക്കുമ്പോൾ ഈശോയുടെ തിരുപ്പിറവിക്കായിട്ട് ഒരുങ്ങാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഈ ലോകത്തിന്റെ ബദ്ധപ്പാടുകളിൽ ജീവിക്കുന്നവരായി ഞങ്ങൾ അങ്ങയോട് ചേർന്ന് നടക്കുവാൻ, പ്രത്യേകിച്ചും ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകരായി ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ വേണ്ട കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിൽ കർത്താവേ, ഞങ്ങളുടെ സജീവ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകട്ടെ. ഇരുളടഞ്ഞ ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രകാശപൂരിതമാക്കണമേ. അങ്ങ് ഞങ്ങളോടൊപ്പം ആയിരുന്ന് ഞങ്ങളെ ജീവന്റെ സമൃദ്ധിയിലേക്ക് നയിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഡിസംബർ മാസത്തിന്റെ 6-ാം ദിവസത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7ഉം 8ഉം വാക്യങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുകയാണ്. നമുക്കറിയാം, പശ്ചാത്തലം ദൈവം മോശയെ വിളിക്കുന്ന ആ ഒരു കാര്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ നമ്മൾ കാണുന്നത്, ഇസ്രായേൽ ജനം ഈജിപ്തുകാരുടെ അടിമത്തത്തിലായിരുന്നു. ഒരുപാട് ഞെരുക്കങ്ങള്, ഒരുപാട് സഹനങ്ങള്, കഷ്ടതകൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇരുളടഞ്ഞ ജീവിതം, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അവസ്ഥകള്. ഈ ഒരു അവസ്ഥയിലാണ് ദൈവം മോശയെ തിരഞ്ഞെടുക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടതാണ്, പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യ മാതാപിതാക്കന്മാർക്ക് ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. നമ്മൾ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ പടിപടിയായിട്ട് ദൈവം ഒരു ജനത്തെ തെരഞ്ഞെടുത്ത് ആ ജനത്തോടൊപ്പം നടന്ന് അവര് വാഗ്ദത്ത നാട്ടിലേക്ക്, രക്ഷയുടെ നാട്ടിലേക്ക് നയിക്കുന്ന ആ സംഭവം നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഈ വചനഭാഗം പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം തിരുവചനം. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എന്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തിലെക്കാരുടെ കയ്യിൽ നിന്നും അവരെ മോചിപ്പിക്കാനും അവിടെ നിന്നും ക്ഷേമകരവും വിസ്തൃതവുമാം തേനും പാനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. 3 കാര്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്ത്, പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 7ഉം 8ഉം തിരുവചനങ്ങളിൽ നമ്മൾ കാണുക. ഒന്നാമതായിട്ട്, ദൈവം ആ ഇസ്രായേൽ ജനത്തിന്റെ ക്ലേശങ്ങൾ കണ്ട ദൈവമാണ്. ഒരുപാട് ഞെരുക്കങ്ങൾ, നിലവിളികൾ. 2, ദൈവം അവരുടെ രോദനങ്ങള് അവിടുന്ന് കേട്ടു. 3-ാമതായിട്ട്, അവരെ തേനും പാലും ഒഴുകുന്ന ഒരു നാട്ടിലേക്ക്, വാഗ്ദത്ത നാട്ടിലേക്ക് അവരെ നയിക്കാൻ വേണ്ടി, കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇറങ്ങി വരുന്നത്. അപ്പോൾ ദൈവം അവരുടെ രോദനങ്ങൾ കേൾക്കുന്ന ദൈവം, അവരുടെ വിഷമങ്ങൾ കാണുന്ന ദൈവം, അങ്ങനെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ആ ദൈവത്തിന്റെ ഇടപെടല് നമ്മുടെ ജീവിതത്തിൽ അനുഭവേദ്യമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതായത്, നമ്മുടെ ജീവിതങ്ങളെ കാണുന്ന ദൈവം, ഈജിപ്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന ജനതയുടെ വേദനകള്, അവരുടെ ചുമടുകള്, അവരുടെ നിശബ്ദത, ആയ കരച്ചില്, ദീനരോദനങ്ങള് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒളിഞ്ഞിരിക്കുന്ന കണ്ണുനീരും, അതുപോലെ മറ്റാരോടും പറയാൻ കഴിയാത്ത നമ്മുടെ വേദനകളും ഞെരുക്കങ്ങളും ഒക്കെ കാണുന്ന, നമ്മെ വ്യക്തിപരമായിട്ട് അറിയുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ഈ ക്രിസ്മസ് യഥാർത്ഥത്തിൽ ഇപ്രകാരം ആ ദൈവത്തിന്റെ ആ കരങ്ങളിലേക്ക് നമ്മളെ കടത്തുകൊണ്ട് നമ്മളെ കാണുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ഒരവസരമാണ്. 2-ാമതായിട്ട് നമ്മൾ കാണുന്നു, ആ ഇസ്രായേൽ ജനത്തിന്റെ വേദന അത് കേൾക്കുന്ന ദൈവം. ദൈവം പറയാണ്, പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തില്, അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. നമ്മുടെ കരച്ചിൽ ചിലപ്പോൾ മനുഷ്യര് കേൾക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവർ കാണാത്ത ആന്തരികമായ പോരാട്ടങ്ങള്, പരാജയങ്ങള് എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പ്രിയമുള്ള, ദൈവം പറയാണ്, നിന്റെ ജീവിതത്തിലെ ഓരോ സഹനങ്ങളും, ഓരോ ഞെരുക്കങ്ങളും, നിന്റെ ജീവിതത്തിലെ നിശബ്ദമായ നിലവിളിയെല്ലാം ദൈവം കേൾക്കുന്ന ദൈവമാണ്. നമ്മളുടെ കർത്താവ് നമ്മുടെ ലോകത്തിലേക്ക് വന്നത് നമ്മളെ ഇതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ കരം പിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, കാണുന്ന ദൈവം,
കേൾക്കുന്ന ദൈവം. മൂന്നാമതായിട്ട് ഇസ്രായേൽ ജനത്തെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ദൈവമാണ്. ഈ വാക്യം തന്നെയാണ് ക്രിസ്തുമസിന്റെ ഏറ്റവും ഹൃദയ ഭാഗമായിട്ട് നമ്മൾ കാണുന്നത്. പുറപ്പാടിൽ മോചനത്തിനായി ദൈവം ഇറങ്ങി വന്നു. ക്രിസ്മസിൽ ദൈവം രക്ഷയ്ക്കായിട്ട് മനുഷ്യനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. നമ്മുടെ രോഗങ്ങളിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. നമ്മുടെ കുടുംബ പ്രശ്നങ്ങളിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. നമ്മുടെ ഏകാന്തതയിലേക്ക്, പാപത്തിന്റെ ആ ഒരു അവസ്ഥകളിലേക്ക് കർത്താവ് ഇറങ്ങി വന്നിട്ട് ദൈവം പറയാണ്, ഞാൻ ഇമ്മാനുവേലാണ്, ദൈവം നമ്മോടുകൂടി ആയിരിക്കുന്നവൻ, നമ്മുടെ വേദനകളെയെല്ലാം ഏറ്റെടുക്കുന്നവൻ, നമ്മുടെ ദീനരോധനം കേൾക്കുന്നവൻ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആയിരിക്കാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, 11-ാം അധ്യായം 28, 29, 30 വാക്യങ്ങളിൽ വായിക്കുന്നു. അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആ ദൈവത്തിന് ശക്തമായ വാക്കുകൾ. അവിടുന്ന് നമ്മൾ ആശ്രയിക്കണം. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് സമയം ഇതിനുള്ള സമയമാണ്. നമ്മളെ കാണുന്ന, കേൾക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ദൈവം. ആദ്യ മാതാപിതാക്കന്മാര് പാപത്തിലൂടെ ആ പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ വാഗ്ദാനം ചെയ്ത ആ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് നൽകിക്കൊണ്ട് ആ വാഗ്ദാനം പൂർത്തിയാക്കുകയാണ്. നമ്മളും ഈ വാഗ്ദാനം സ്വന്തമാക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈശോ നമ്മുടെ ഹൃദയത്തേക്ക് കടന്നു വരാനായിട്ട് ഹൃദയ കവാടങ്ങളെ നമുക്ക് തുറന്നു വയ്ക്കാം. നമ്മുടെ അവസ്ഥകൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ. ഒരുപക്ഷെ നമ്മൾ പാപത്തിന്റെ പടുകുഴിയിലായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ തകർന്ന അവസ്ഥകളിലായിരിക്കാം. പലപ്പോഴും നമ്മുടെ ശിരസ് കുനിഞ്ഞ അവസ്ഥയിലായിരിക്കാം. എന്നാലും ദൈവം വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നവനാണ്. അവിടുന്ന് തന്റെ ആ ഇടപെടലിലൂടെ പ്രിയ മക്കളെ കരം പിടിച്ചുയർത്താൻ അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. ഈ ക്രിസ്മസിന് ഒരുങ്ങുന്ന ഈ ദിവസം, ഈ 6-ാം ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ശക്തമായ സാന്നിധ്യം, ഞങ്ങളുടെ നിലവിളി കാണുന്ന ദൈവം, കേൾക്കുന്ന ദൈവം, ജീവിതത്തിലേക്ക് ഇടങ്ങി വരുന്ന ദൈവം, കരം പിടിച്ചുയർത്തുന്ന കർത്താവ്, രക്ഷയിലേക്ക് നമ്മളെ നയിക്കുന്ന കർത്താവാണ്. ഈ ജൂബിലി വർഷം നമ്മൾ അതിന്റെ സമാപനത്തിലാണെങ്കിലും ജൂബിലി വർഷത്തിലെ നമ്മൾ തിരിച്ചറിയുന്ന വാക്യം എന്താണ്? ദ പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്. അതായത് പ്രത്യാശയുടെ തീർത്ഥാടകരാണ്, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവരാണ്. ദൈവം നമുക്കായിട്ട് കടന്നു വരുമെന്നുള്ള പ്രത്യാശ, നമ്മളെ രക്ഷിക്കുന്ന ദൈവം, കരം പിടിക്കുന്ന ദൈവം, അവിടുത്തെ സ്വരം ശ്രവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനെ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനായി ഈശോയെ നൽകിക്കൊണ്ട് ഞങ്ങളെ വീണ്ടെടുക്കാനായിട്ട് ആഗ്രഹിച്ചുവല്ലോ. ആ പുത്രന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളിതാ തുറന്നു വയ്ക്കുന്നു. ഞങ്ങളുടെ രോദനങ്ങൾ കാണുകയും കേൾക്കുകയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് വാഗ്ദാനം പൂർത്തിയാക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ ലോകത്തിലായിരിക്കുന്ന ഞങ്ങൾ അങ്ങിൽ കണ്ണുകൾ ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.